السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله حق حمده، والصلاة والسلام على سيدنا محمد نبيه وعبده وعلى آله وصحبه ومن تبعهم من بعده. أما بعد. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളായ അവൻ്റെ അടിമകൾക്ക് പ്രതിഫലം കൊടുക്കാൻ വേണ്ടി എല്ലാ സമയത്തും തയ്യാറാണ്. ഉദാഹരണമായി ഒരാൾ ആരോഗ്യവാനാകുമ്പോൾ അതേസമയം അയാൾ രോഗിയാകുമ്പോൾ, അതേപ്രകാരം ജോലിയിൽ പ്രവേശിക്കുമ്പോൾ, ഒഴിവുള്ള സമയത്ത്, ഈ സമയത്തൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളായ അടിമകൾക്ക് കൂലി അഥവാ പ്രതിഫലം നൽകിക്കൊണ്ടിരിക്കുമെന്നാണ്. ഒരു ഹദീസിൽ കാണാം, മാമിൻ ആമിലിൻ കാന യഅമലു അമലൻ ഫയഖ്തഉഹു അൻഹു മറദുൻ ഇല്ലാ വക്കലല്ലാഹു തആല ബിഹി മൻ യക്തുബു ലഹു സവാബ അമലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, തീർച്ചയായിട്ടും ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ആവതുള്ള സമയത്ത് ഒരാൾ സൽക്കർമ്മം ചെയ്യുന്ന ആളായിരുന്നു എന്ന് വെക്കുക. ആവതുള്ള സമയത്ത് അയാൾ സൽക്കർമ്മം ചെയ്തിരുന്നു. അങ്ങനെയുള്ള ഏതൊരാളും പിന്നീട് രോഗം കാരണമായി അവൻ്റെ കർമ്മങ്ങളെ തൊട്ട് തടയപ്പെട്ടു എന്നാൽ അവൻ്റെ സൽക്കർമ്മത്തിൻ്റെ പ്രതിഫലം അവന് രേഖപ്പെടുത്താൻ അല്ലാഹു ജല്ല വഅല പ്രത്യേകം മലക്കിനെ ചുമതലപ്പെടുത്തുക തന്നെ ചെയ്യും. മാഷാ അല്ലാഹ്. ആവതുള്ള സമയത്ത് പള്ളിയിൽ പോകുന്ന ആളാണ്, ജമാഅത്തിൽ പങ്കെടുക്കുന്ന ആളാണ്, അവൻ്റെ ശരീരം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല കാര്യങ്ങളും സഹായങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് ആവതുള്ള സമയത്ത്. അങ്ങനെയുള്ള ഒരു മനുഷ്യന് രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് പള്ളിയിൽ പോകാൻ കഴിയില്ലോ. അതുപോലെ തന്നെ ജമാഅത്തിൽ ഒരു പക്ഷെ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും, പള്ളിയിൽ പോകാൻ സാധിക്കുന്നില്ല രോഗം കൊണ്ട്. എന്നാൽ ആവതുള്ള സമയത്ത് പോയിരുന്നു എങ്കിൽ ആവതില്ലാത്ത സമയത്ത് അയാൾക്ക് വേണ്ടി മുമ്പ് ചെയ്തിരുന്ന എന്തെല്ലാം ഇബാദത്തുകളുണ്ടോ അതിൻ്റെ പ്രതിഫലം എഴുതാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ ഏൽപ്പിക്കുക തന്നെ ചെയ്യും. മാഷാ അല്ലാഹ്. അപ്പോൾ ഈ ഹദീസിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, ആഫിയത്തുള്ള സമയത്ത്, ആഫിയത്ത്, ആവത് എന്നുള്ളത് ഒരു പക്ഷേ ആഫിയത്തിൽ നിന്ന് പോന്ന വേടായിരിക്കും. ആഫിയത്ത് ആരോഗ്യം, ആവത് എന്ന് പറഞ്ഞാലും ആരോഗ്യം എന്നാണ്. പക്ഷെ ആഫിയത്തിന് ആളുകൾ പറഞ്ഞ് ആഫിയത്ത് എന്തായതാണ്, ആവതായതാണ്. രണ്ടും ഒന്ന് തന്നെ. ആഫിയത്തുള്ള സമയത്ത് നല്ല കാര്യങ്ങൾ ചെയ്താൽ രോഗിയായാലും പേടിക്കേണ്ടതില്ല. നമ്മൾ മുമ്പ് ചെയ്തിരുന്ന എന്തെല്ലാം കാര്യങ്ങൾ, നന്മകളുണ്ടോ അതിൻ്റെയൊക്കെ പ്രതിഫലം അയാൾക്ക് എഴുതാൻ വേണ്ടി അള്ളാഹു മലക്കിനെ ഏൽപ്പിക്കും. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ ആരോഗ്യത്തെയും ആഫിയത്തിനെയും ആവതിനെയൊക്കെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ചെലവഴിക്കാനും ഉപയോഗിക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ കൂടുതൽ അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കാനുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.